يا رسول سلام عليكم يا حبيب سلام عليكم صلوات الله عليكم. അപ്പം അങ്ങനെ അബുൽ ഹസൻ അലി ഷാദുലി റളിയല്ലാഹുവിനെ കുറിച്ച് പഠിച്ചപ്പോൾ മഹാനവറുകളുടെ കണ്ണിന് കാഴ്ച പോയി എന്ന് കണ്ടു. ആദ്യം കാഴ്ച ഉണ്ടായിരുന്നു, പിന്നെ ഇങ്ങനെ മെല്ലെ മെല്ലെ കുറഞ്ഞു വന്നു, മുഴുവനായിട്ടും കാഴ്ച നഷ്ടപ്പെട്ടു. ലോകത്തറിയപ്പെട്ട ഏറ്റവും വലിയൊരു സൂഫിയാണ് അബുൽ ഹസൻ അലി ഷാദുലി. നമ്മൾ വെള്ളിയാഴ്ച ജുമാക്ക് പള്ളി ചെന്നാൽ ഒരു ചെറിയ ഏടുണ്ടാവില്ലേ, അൽക്കഫും സലാത്തും എന്നൊരു ഏട്. അൽക്കഫും സലാത്തും അതിൽ പകുതി അൽക്കഫ്, ബാക്കി ഒരു സ്വലാത്ത ഉണ്ടാകുക. ആ സ്വലാത്ത് അബുൽ ഹസൻ അലി ഷാദുലി റളിയല്ലാഹു അൻഹുവിൻ്റെ ഉസ്താദ് ഉണ്ടാക്കിയതാണ്. വെള്ളിയാഴ്ച നമ്മൾ ചെല്ലണ സ്വലാത്ത്. അതിൻ്റെ പിന്നിലൊരു താരീഖ് ഉണ്ട്. മഹാനവറുകൾ ഒരിക്കൽ രാത്രി തഹജ്ജുദ് നിസ്കരിക്കാൻ വേണ്ടി എഴുന്നേറ്റു. അങ്ങനെ എഴുന്നേറ്റപ്പോൾ ഒരു കിണറുണ്ട്. അപ്പോൾ ആ കിണറിൻ്റെ അടുത്ത് ചെന്നപ്പോൾ വെള്ളം അടിയിൽ കുറച്ചുണ്ട്, കിട്ടാനൊരു വയ്യുമില്ല, ബക്കറ്റൊന്നുമില്ല. അപ്പോൾ ഇങ്ങനെ കുറേ വള്ളികളൊക്കെ ശേഖരിച്ചിട്ട് അതിങ്ങനെ കെട്ടിക്കൂട്ടി ഒരു കയറുണ്ടാക്കിയിട്ട് കിണറിൽ നിന്ന് വെള്ളം എടുക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അപ്പോൾ ഒരു സ്ത്രീ അതുവഴി ഇങ്ങനെ നടന്നു വന്നു. അപ്പോൾ മൂപ്പരെ കണ്ടപ്പോൾ ചോദിച്ചു, എന്തിനാ ഈ വള്ളിയൊക്കെ ഇങ്ങനെ കെട്ടിക്കൂട്ടി ഉണ്ടാക്കണമെന്ന് ചോദിച്ചു. അതിൽ പറഞ്ഞു, ഞാൻ എനിക്ക് ഒതുണ്ടാക്കാൻ വെള്ളമില്ലായിട്ട് ഈ കിണറ്റിൽ നിന്ന് വെള്ളം കിട്ടാനാണ് എന്ന് പറഞ്ഞപ്പോൾ അതിനിങ്ങനെ നടങ്ങാറാവേണ്ട ആവശ്യമില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സ്വലാത്ത് ചൊല്ലിയിട്ട് ആ കിണറ്റിക്ക് ഒന്നിങ്ങനാണ്ട് ഊതി, ഉമിനീരിൻ്റെ ഒരു സ്പാർക്കിങ്, വെള്ളങ്ങൾ പൊന്തി വന്നു. അബുൽ ഹസൻ അലി ഷാദുലി റളിയല്ലാഹുവിൻ്റെ ഗുരുനാഥൻ അതിന് ഒതുണ്ടാക്കി നിസ്കരിച്ചിട്ട് ഇങ്ങനെ ആലോചിച്ചു, ഏതായിരുന്നു ഇപ്പം റബ്ബേ ആ സ്വലാത്ത് എന്ന്. അതിലിങ്ങനെ ഇരുന്നും കണ്ടാണ്ട് എഴുതിയതാണ് അൽക്കഫും സലാത്തും എന്ന് പറഞ്ഞ സലാത്ത്. പക്ഷെ അന്ന് നമുക്കത് ഓതാൻ നേരമില്ല കേട്ടോ. നമ്മൾ പള്ളിക്ക് ചെന്ന് ആ ഏടെടുത്തിട്ട് ഇങ്ങനെ തുടങ്ങണേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതിന് മുക്രി ബാങ്കൺ കൊടുക്കും. അങ്ങനെയാണ് പണ്ടൊക്കെ നമ്മൾ ജുമാക്ക് എന്നാൽ. പണ്ട് പറഞ്ഞാൽ ഇപ്പം എൻ്റെയൊക്കെ ചെറുപ്പത്തിലേ കൊളത്തൂർ വലിയ ജുമാഅത്ത് പള്ളിക്കാണ് ജുമാക്ക് പോവുക. പിന്നെ ഞങ്ങളവിടെ ഇപ്പോൾ ജുമാഅത്ത് പള്ളി വേറെ വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു 9 മണി 9:30 മണിക്കൊക്കെ ജുമാക്ക് ചെല്ലുമ്പോൾ ഔത്തപ്പള്ളിയും പുറത്തപ്പള്ളിയും ആൾക്കാർ നിറഞ്ഞിട്ട് 3 അൽക്കവ് കഴിഞ്ഞിട്ട് സ്വലാത്ത് തുടങ്ങിയിട്ടുണ്ടാവും. ഞാനൊക്കെ ചെല്ലുമ്പോൾ, ഞാനൊക്കെ ചെന്നതിൻ്റെ ശേഷം പിന്നെയാണ് അന്നൊക്കെ വാങ്ങിക്കൊടുത്തിരുന്നത്. ഇപ്പം നമ്മൾ എത്ര നേരത്തെ ചെന്നാലും നമ്മൾ ചെന്നങ്ങാണ്ട് അൽക്കഫിൻ്റെ ഏട് കൊണ്ട് എടുക്കുമ്പോൾ അതിന് മുക്രികാക്ക ബാങ്ക് കൊടുക്കും. മൂപ്പർക്ക് ഇത് കഴിഞ്ഞിട്ട് എടുക്കോ പോകാണ്ട് എന്നാണ് തോന്നുന്നത്. അങ്ങനെ കാട്ടലുണ്ടോ തോന്നുന്നു.